ടു ദാമീഷ്. അപ്പൊ നമ്മളൊരു കുഞ്ഞു ട്രിപ്പ് പോവാണ് കേട്ടോ. എങ്ങോട്ടാന്ന് നമ്മൾ അവിടെ എത്തിയിട്ട് പറയാം കേട്ടോ. റൂമിൽ ഞങ്ങൾ ടോയ്സും പില്ലോ ഒക്കെ എടുത്തിട്ട് ബാക്കിലിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഒന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാലോ, ഞങ്ങൾ 5 o'clock എണീറ്റ് ഡ്രസ്സൊക്കെ മാറ്റിയത്. അപ്പൊ തന്നെ ഞാൻ കുറച്ച് സ്ട്രോങ് അല്ലായിരുന്നു, ഉറക്കത്തിലായിരുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കണ്ണ് തുറന്നപ്പോ തന്നെ എന്താ പറയാ, മുത്തങ്ങ കടത്തി. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലം. അപ്പം ഞങ്ങൾ ഈ എന്താ പറയാ, ഇങ്ങനത്തെ സ്ഥലമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞങ്ങള് പാട്ടൊക്കെ കേട്ടിങ്ങനെ പോവായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങള് ഇതിന് മുമ്പ് ഞങ്ങള് വന്നിട്ട് ഇവിടെ 1 day ട്രിപ്പൊക്കെ അടിച്ചിട്ട് ഞങ്ങള് വരലുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അപ്പനോട് എപ്പോഴും ഇങ്ങനെ ഡൗട്ടൊക്കെ ചോദിക്കും. എന്താണ് അറിയോ, കാരണം പുറത്തത്തെ കുറേ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അതൊന്നും അറിയുണ്ടാവില്ലല്ലോ ഞങ്ങൾക്ക്. അതുകൊണ്ട് എന്താണ് ഞാൻ എപ്പോഴും അപ്പനോട് ഇങ്ങനെ ഒരു ഡൗട്ടൊക്കെ ചോദിച്ച് അതൊക്കെ ക്ലിയർ ആക്കിയിട്ടാണ് കേട്ടോ ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യല്. അപ്പൊ ഞങ്ങൾ മൈസൂരൊക്കെ എത്തിട്ടോ. ഞാനിങ്ങനെ രാവിലെ എണീറ്റിട്ട് ഫുഡ് കഴിക്കുന്ന ആളല്ല. അപ്പൊ ഇനി ഞാനൊരു 8 മണി ആയാലാണ് കറക്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അപ്പൊ അതിൻ്റെ ഒരു മൂഡ് ഇങ്ങനെ എനിക്കിപ്പോൾ കഴിക്കണ്ടേ ഉള്ളതാണ്. പിന്നെ ഞങ്ങൾ മസാല ദോശ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല ടേസ്റ്റുള്ള മസാല ദോശ ആയതുകൊണ്ട് ഞാനത് കഴിച്ചു. പിന്നെ എനിക്ക് മധുരമുള്ള സാധനം ഞാൻ രാവിലെ കഴിക്കില്ല കേട്ടോ. അപ്പൊ റൂമി ഫസ്റ്റ് തന്നെ എന്താ പറയാ, ഈ വട വന്നപ്പോ അവള് ഇങ്ങനെ ഇതെന്താണ് വട എന്ന് എന്നെ നോക്കിയിട്ട് പറഞ്ഞ് കഴിച്ചു കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞത് ഇവിടെ മസാല ദോശയാണെന്നാണ്. നല്ലൊരു ഹോട്ടലാണ് കേട്ടോ അവിടെ. അപ്പൊ കുറച്ച് ചൂടുണ്ട്. അപ്പം ഇവിടെ കേൾക്കൂല, കുറച്ച് റഷായ സ്ഥലമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വോയിസ് ഓവർ ചെയ്തിട്ടോ. നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. അപ്പൊ ഞാൻ നല്ല ആസ്വദിച്ച് മസാല ദോശ ഒക്കെ കഴിച്ചു, ഓള് വടയൊക്കെ കഴിച്ചു കേട്ടോ. അപ്പൊ ഗൈസ്, നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പിന്നെ ട്രാവൽ ചെയ്യാൻ. അപ്പൊ ഞങ്ങള് ഞാനും റൂമിയൊക്കെ കുറെ ഡാൻസും പാട്ടൊക്കെ വെച്ച് കുറെ കളിച്ചു കേട്ടോ. എനിക്ക് കുറെ എന്റെ ബാക്കിൽ കിടക്കുന്ന പില്ലോയും കുറച്ച് ടോയ്സും ഒക്കെ വെച്ചിട്ട് കളിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. പിന്നെ ഇവള് എന്റെ കൂടെ ആയിരിക്കും എപ്പോഴും ഉണ്ടാവുക, കിടക്കലും കളിക്കലും ഒക്കെ. അപ്പം ഞങ്ങളിതാ കുറച്ച് വലിയ ഡ്രൈവ് ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡ്രൈവ്. അപ്പത്തേക്ക് നല്ലൊരു മഴ വന്നു കേട്ടോ. ഞങ്ങള് ഇങ്ങനെ സ്റ്റക്കായി പോയി. അത്രയും നന്നായിട്ട് മഴ പെയ്തു. അപ്പത്തേക്കും ബാംഗ്ലൂർ എത്തുകയും ചെയ്തു കേട്ടോ. അപ്പൊ നമ്മൾ ഹോട്ടലിന്റെ ഉള്ളിലോട്ട് പോവാണ് കേട്ടോ. അവിടെ കാണുമ്പോൾ തന്നെ നല്ല വയലറ്റ് ഫ്ലവേഴ്സ് ഒക്കെ കണ്ടു, എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പൊ അതൊക്കെ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്. അപ്പൊ നേരെ ഇവിടേക്ക് വരുമ്പോൾ കുറച്ച് സ്റ്റോണൊക്കെ വെച്ചിട്ട് നല്ല ഭംഗി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളിലോട്ട് വന്നപ്പോൾ ഒരു ആമേനെ കണ്ടു കേട്ടോ. അപ്പൊ അത് ആമേനെ ഉമ്മച്ചിക്ക് കാണിച്ചു തരാൻ വന്നപ്പോ തന്നെ അത് പോയി. പിന്നെ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പൊ പിന്നെ ഞാൻ ഇവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയപ്പോ ഫ്രോഗിന്റെ സ്റ്റാച്ചു ഒക്കെ ഉണ്ടായിരുന്നു. കാണുമ്പോൾ തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ കുഞ്ഞു കുഞ്ഞു ഗ്രീനിഷാണ് അവിടെ കൂടുതലും അവിടെ ഞാൻ കണ്ടത്. ഹായ് ഗൈസ്, വെൽക്കം ടു ദാമീശ്വറിന്. ബർത്ത്ഡേക്ക് മൈലാഞ്ചിട്ട് കൊടുത്തേ. മൈലാഞ്ചിയുടെ ഇഷ്ടമായതുകൊണ്ട് സമ്മതിയിട്ടില്ല, ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ ഇട്ടു. ഇവിടെ ഒരു ബട്ടർഫ്ലൈൻ്റെ ഡ്രോയിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ റൂം ടൂർ ചെയ്യാന്ന് കേട്ടോ. അപ്പോൾ ഒരു സിമ്പിൾ റൂം ടൂറാണ്. അപ്പം ഇത്
കബോർഡാണ് കേട്ടോ. 3 റോയിലൊരു നോർമൽ കബോർഡാണ്. ഇവിടേക്ക് വരുമ്പോൾ മിറർ ഉണ്ട്. കുറച്ച് അത്യാവശ്യം നമുക്ക് നമ്മളെ ഫുൾ ബോഡിയൊക്കെ കാണാൻ പറ്റുന്ന ഒരു മിററാണ് കേട്ടോ. ഇവിടെ വരുമ്പോൾ നമ്മളെ ഡൈനിങ് ഏരിയ ഉണ്ട്. എന്താണ് 2 ആൾക്ക് ഇരുന്നിട്ട് നന്നായിട്ട് അടിപൊളിയായിട്ട് ഇരുന്നിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുന്നതാണ്. ഇവിടെ ഒരു എന്താണ് ബേർഡിന്റെ ഒരു ഫ്രെയിം ഉണ്ട്. ഇവിടേക്ക് വരുമ്പോ എനിക്കായിട്ട് ഒരു സിംഗിൾ ബെഡ് വേണം. കാരണം ഞങ്ങൾ 4 ആൾക്കാരാണ്. അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഈ ഒരു ബെഡിൽ കിടക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ സിംഗിൾ ആയിട്ട് വാങ്ങാൻ പറ്റും. അപ്പൊ നമുക്ക് ഇങ്ങനെ സെറ്റ് ആക്കി തരും. അപ്പൊ ഒരു സിംഗിൾ ആയിട്ടുള്ള ബെഡ് ഇത് എനിക്ക് എന്താണ് എൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പൊ അത് ഞാൻ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഉറങ്ങുന്നതാണ്. അപ്പൊ അത് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ആ ബെഡിൽ കിടക്കാൻ പറ്റില്ല എല്ലാവർക്കും കൂടെ. അപ്പൊ എന്താണ് എല്ലാവർക്കും കൂടെ കിടക്കാൻ പറ്റുന്ന ബെഡാണിത്. പിന്നെ അവിടെ എന്താണ് അവിടെ ഇവിടെ ആയിട്ട് ഒരേ പോലത്തെ ഒരു ലൈറ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങനത്തെ സ്ഥലമാണ്. പിന്നെ ഇവിടെ നോക്കുമ്പോ ഇവിടേക്ക് വരുമ്പോ ഒരു വലിയൊരു സ്പേസ് ആയിട്ടുള്ള കബോർഡ് ഉണ്ട്. പിന്നെ എന്താണ് നമുക്കിങ്ങനെയൊക്കെ കുറച്ച് പാത്രങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമുണ്ട്. നമുക്കിവിടെ കെറ്റിലുണ്ട്. കോഫിയും ടീയൊക്കെ എന്താണ് കുടിക്കാൻ വേണ്ടിയിട്ട് എന്താണ് അതിലത്തെ കുറച്ച് പൊടിയുണ്ട്. പിന്നെ എന്താണ് നമ്മള് ടോയ്ലറ്റ്. ഞാൻ അതിന് മുന്നോട്ട് വരുന്നില്ല. നോർമൽ ടോയ്ലറ്റാണ്. നമ്മളെ ബാൽക്കണിയുണ്ട്. നമ്മളെ ബാൽക്കണി ഒന്ന് തുറന്നിട്ട് ഇതാണ് നമ്മളുടെ ബാൽക്കണി കേട്ടോ. അപ്പൊ ഞാൻ അങ്ങനെ വരുന്നില്ല കാരണം ഇവിടെ മഴ പെയ്ത് സ്ലിപ്പായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് വലിയൊരു സ്പേസ് ഉണ്ട് കേട്ടോ. ഞാൻ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറുകയാണ്. അത്രയും ഭയങ്കര നോയ്സൊക്കെ ഉണ്ട്. ഭയങ്കര നോയ്സ് വണ്ടികളൊക്കെ വരുന്നോണ്ട് കുറച്ച് നോയ്സും ഉണ്ട്. പിന്നെ അവിടെ സ്ലിപ്പിയാണ്. അതുകൊണ്ട് ഞാൻ കാണിക്കാതിരുന്നത്. നോർമലാണ്. അവിടെ 2 ചെയർ ഉണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ ഒരു കുഞ്ഞ് റൂം ടൂറായി. അപ്പം ഗൈസ് ഇവിടെ പൂളുണ്ട്. ഇത് എന്താണ് വലിയ ആൾക്കാർക്ക് എന്താണ് സിനിമയാണ്. അവിടെ എന്നെ പോലത്തെ ആൾക്കാർക്ക് സിനിമയാണ് കേട്ടോ. അപ്പൊ നമ്മള് രാത്രി വരുന്നതായിരിക്കും. പാപ്പു ഞങ്ങളൊക്കെ ലൈറ്റ് പോവാണ്. എൻ്റെ പുതിയ ഡ്രസ്സുള്ള ഡ്രസ്. അപ്പം ഗൈസ് നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി. അപ്പോൾ അബേൻ്റെ ഫ്രണ്ടിനെ ഒന്ന് വെറുതെ ഒന്ന് കാണാൻ പോവാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ അയക്കാൻ പോകും. അപ്പോൾ ഗൈസ് അബേൻ്റെ ഫ്രണ്ടിൻ്റെ അവിടെ എത്തി. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞ് അപ്പം തന്നെ എന്താ വേറൊരു ഫ്രണ്ട് കൂടെ വരും കേട്ടോ. നമ്മളിവിടെ ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചിരിക്കുകയാണ്. ഭയങ്കര മടിയാണ് കേട്ടോ. വീഡിയോ എടുക്കാണ്. എന്നെ പോലത്തെ വേറൊരു അമ്മയുണ്ട്. യെസ് ഇതാണ് അമ്മി. അമ്മി അമ്മി ഹായ്. അപ്പൊ ഇതാണ് അബ്ബന്റെ ഫ്രണ്ടിന്റെ എന്താണ് ഫ്ലാറ്റ് കേട്ടോ. അപ്പൊ ഇങ്ങനെ ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോ ഇങ്ങനെയായിരിക്കും ഇതിന്റെ വ്യൂ ഉണ്ടാവുക. അബ്ബന്റെ ഫ്രണ്ടും അബ്ബയും കൂടെ കുറെ നേരം സംസാരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ പാപ്പു അവിടുത്തെ ആമീന്റെ എന്താണ് കാറൊക്കെ വെച്ചിട്ട് കളിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് അബ്ബന്റെ വേറൊരു ഫ്രണ്ടും കൂടെ വന്നപ്പോ തന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി കേട്ടോ. അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയായിരുന്നു. നമ്മൾ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പൊ അബ്ബേന്റെ ഫ്രണ്ട്സൊക്കെ കുറച്ച് നേരം സംസാരിച്ചിരുന്നു. ഞാൻ കുറച്ച് ആക്ഷനൊക്കെ കാണിച്ചു കേട്ടോ. പിന്നെ ആമിയും റൂമിയൊക്കെ കുറച്ച് നേരം അവിടെ കളിക്കുകയായിരുന്നു കേട്ടോ. അപ്പൊ റൂമി എന്താണ്
ആമിയും റൂമിയൊക്കെ കുറെ കളിച്ചു. അപ്പത്തേക്കും നമ്മൾ ഫുഡ് വന്നു. നമ്മൾ ഓർഡർ ചെയ്തത് മീൻ ബിരിയാണി, എന്താ പറയാ, ഫിഷ് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും നൂഡിൽസും ആയിരുന്നു നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്നു. നല്ല ഫുഡാണ് കേട്ടോ. ഇടയ്ക്ക് ബാംഗ്ലൂരിൽ വരുമ്പോൾ ചിലപ്പം ചീത്ത ഫുഡായിരുന്നു വരും, പക്ഷെ ഈ ഇടയ്ക്കാണ് നല്ല ഫുഡ് കിട്ടുക. അപ്പം ഇതൊരു നല്ല ഫുഡായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ നേരെ ഇനി ഐക്യയിലോട്ട് പോവാണ്. അപ്പൊ ഇതാ ഐക്യ എത്തി കേട്ടോ. അപ്പൊ ഇതാണ് നമ്മളുടെ എൻട്രൻസ്. അപ്പൊ നമ്മൾ നേരെ പോവാണ് കേട്ടോ. അപ്പൊ ബാഗൊക്കെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യും അവിടെ. അപ്പൊ നമ്മൾ നേരെ മുകളിലോട്ട് പോവാണ്. അപ്പൊ നമ്മൾ നേരെ മാർക്കറ്റ് പ്ലേസിലോട്ടാണ് പോയത് കേട്ടോ. മേലെ നമ്മളുടെ ഒരു ഹൗസിന്റെ ഓരോ പാർട്ടായിട്ടാണ് ഉണ്ടാവുക. അതിലത്തെ ഓരോ സാധനങ്ങൾ നമുക്ക് മാർക്കറ്റ് പ്ലേസിലാണ് കിട്ടുക. അപ്പൊ ഞങ്ങൾ മേലോട്ട് പോവാതെ നേരെ മാർക്കറ്റ് പ്ലേസിലോട്ടാണ് വന്നത്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചും തരാം, പിന്നെ ഞങ്ങൾക്ക് അത് വാങ്ങുകയും ചെയ്യാൻ പറ്റും. ഭയങ്കര കളർഫുൾ അല്ലേ? ഒരു കളക്ഷൻസ്, ഒരു ഓറഞ്ച് തീം, ഓറഞ്ചും അതിന്റെ ലീഫും. ശരിക്കും ഓറഞ്ച് ചാലഞ്ച് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇവിടെ വന്നിട്ട് ചാലഞ്ച് അല്ല ഇങ്ങനെയൊക്കെ അല്ല, അങ്ങനെ ആണല്ലോ ചാലഞ്ച് ഒക്കെ ചെയ്യുമ്പോ. എന്നാൽ ഞാനൊരു വീഡിയോ കാണരുത്. അപ്പം എനിക്കിഷ്ടമായൊരു പ്ലേസാണ് കേട്ടോ ഇവിടെ. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു എന്താ പറയാ ഭംഗിയുള്ള ലൈറ്റാണ് കേട്ടോ. ഒരു ഫ്ലവറിന്റെ ലൈറ്റ് കാണുമ്പോൾ തന്നെ എന്ത് ഭംഗിയല്ലേ, എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പൊ അവിടുത്തെ ക്ലൗഡ് ആയിട്ടുള്ളത്, പിന്നെ ലീഫിൻ്റെത്, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ലൈറ്റുകളൊക്കെ ഉണ്ട്. നമുക്ക് കിഡ്സ് റൂമിലൊക്കെ വെക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഫുട്ബോളിന്റെ ലൈറ്റ് ഉണ്ട്, പെൻസിലിൻ്റെ അത്, സ്പേസിന്റെ ലൈറ്റ്, അങ്ങനത്തെ ഒരുപാട് നമുക്ക് കിഡ്സ് റൂമിലോട്ടൊക്കെ വെച്ച് അടിപൊളിയാക്കി വെക്കാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു ലൈറ്റാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ലൈറ്റ് ഉണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായി ആ ബട്ടർഫ്ലൈൻ്റെ ലൈറ്റ്. അപ്പം ഞാൻ അതൊക്കെ നോക്കി നിന്നു. പിന്നെ ഞാൻ വാങ്ങിച്ചത് ഒരു ടേബിൾ ലൈറ്റാണ്. അതെൻ്റെ സ്റ്റഡി ടേബിളിലോട്ട് വേണ്ടിയിട്ട് ഞാനൊരു ടേബിൾ ലൈറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ശരിക്കും നമുക്ക് അത് ബൈ ചെയ്യാവുന്നത് അവിടെ താഴെയാണ് ലൈറ്റും പിന്നെ അതും ഉള്ളത് കേട്ടോ. ബാത്റൂമാണ്. നമുക്ക് ഇവിടുത്തെ ഓരോ സാധനങ്ങളും നമുക്ക് ഫോണിലൊക്കെ സ്കാൻ ചെയ്തിട്ട് ഇവിടെ ഒരു സ്കാനറുണ്ട്. അതിൽ നോക്കിയാൽ നമുക്ക് ഇങ്ങനത്തെ ഇത് എങ്ങനെ കിട്ടും, നമുക്ക് ആമസോണിൽ കിട്ടുമെന്നൊക്കെ നോക്കാവുന്നതാണ് കേട്ടോ. ഞാൻ ഇതൊക്കെ വന്നുകൊണ്ടാണ് എനിക്കിത് അറിയുന്നത്. പിന്നെ ഇവിടെ കുറച്ച് റാക്കുകളുണ്ട്, ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ ഇതൊക്കെ നമുക്ക് ഇങ്ങനെ സ്കാൻ ചെയ്തിട്ട് പോകുന്നതാണ്. ഇതില് പ്രൈസും എല്ലാ കാര്യങ്ങളും അത് എന്തിനു വേണം യൂസ് ചെയ്യാൻ എന്നൊക്കെ ഉള്ളത് അതിലുണ്ടാവും. പിന്നെ ഇവിടെ കുറച്ച് റഷ് ഉണ്ട്, അതുകൊണ്ടാണ് എന്നെ കാണാത്ത കേട്ടോ. ഞാൻ അബ്ബേൻ്റെ കൂടെ ഇങ്ങനെ പോകലാണ്. ഞാൻ പറഞ്ഞ കേട്ടോ, മറ്റേ സ്കാൻ ചെയ്യുന്നത് എപ്പോഴും നമുക്കിങ്ങനെ സ്കാൻ ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മൾ പർച്ചേസിൻ്റെ ഇത് ഇവിടെ കുറച്ച് ഇങ്ങനത്തെ നമ്മളുടെ ചവിട്ടിയൊക്കെ ഓരോ ടൈപ്പും കളേഴ്സും ഒക്കെ ഉള്ള മാറ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ കുറേ ഇങ്ങനത്തെ കുറേ ഗ്രേ കളറ്, ഗ്രീൻ കളറ്, ഫ്ലവേഴ്സിൻ്റെ ഷെയ്ഡ്സ്, അങ്ങനത്തെ കുറേ ഇങ്ങനത്തെ മാറ്റുകളുണ്ട്, കുറേ മെറ്റീരിയൽസ് ഉള്ള. ഇത് യെല്ലോ കളർ ചപ്പലാണ്. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉള്ള ഒരു വാഷ്റൂമാണ്, ഡെമോ ആയിട്ടുള്ള. പിന്നെ നമ്മൾ നേരെ ടിഷ്യൂ നോക്കിയപ്പോൾ ഇങ്ങനത്തെ ബ്ലൂ കളർ ടിഷ്യൂ, അങ്ങനത്തെ കുറേ ടിഷ്യൂ വാങ്ങിച്ചു. പക്ഷെ നമ്മൾ വാങ്ങിച്ചത് ഒരു നോർമൽ വൈറ്റ് ടിഷ്യൂ ആണ്. പിന്നെ ഇങ്ങനത്തെ നമുക്ക് എന്താ പറയുക നിലത്തൊക്കെ ഇങ്ങനെ വിരിക്കാൻ പറ്റുന്ന കുറേ അങ്ങനത്തെ മാറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് കുറച്ച് കർട്ടനുകളാണ്, അതും കുറേ സൈസിലും കുറേ കളേഴ്സിലും വരുന്നതാണ്. ഇത് കുറച്ച് കുഷൻസ് ആണ്, ഗ്രീൻ കളർ എന്തെങ്കിലും ഇതൊക്കെ വരുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാം. ഇത് പിന്നെ ഒരു സർക്കിൾ കളർ പില്ലോയാണ്, അതും ഒരു ബ്ലൂ കളർ കുഷനായിരുന്നു. ഇത് എന്താ പറയുക ഒരു ലൈറ്റാണ്. ഇതും അതേപോലത്തെ ഒരു യെല്ലോ കളർ കുഷനും അതിന് എന്താ പറയുക കവറും അതേപോലത്തെ എന്താ പറയുക
ഇതും ഉണ്ടായിരുന്നു, കർട്ടനും ഉണ്ടായിരുന്നു, ഫ്ലവറും അങ്ങനത്തെ കുറച്ചെണ്ണം അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കുറച്ച് പില്ലുകളാണ്, അതിന്റെ കവറും ഇതിലുണ്ട് കേട്ടോ. കുറച്ച് എന്താ പറയാ, നമ്മള് ബെഡിലോട്ട് ആവശ്യമുള്ള എല്ലാം ഉണ്ട് അവിടെ. ഞാൻ കണ്ടപ്പോ തന്നെ ഞെട്ടിപ്പോയി കേട്ടോ. പശുവിന്റെ തോല് വെച്ചിട്ടുള്ള എന്താണ് ചവിട്ടിയാണ് കേട്ടോ. സ്മെല്ല് അതേപോലെ തന്നെ. ഞാൻ എന്റെ ചവിട്ടിയിൽ കിടക്കുകയാണ്, ഇല്ലാതെ അത് ആയിക്കെന്നല്ല കേട്ടോ. ഞാൻ പറ്റിച്ചാണ്. ഇതിങ്ങനെ ഇട്ടപ്പോ ഞാൻ വെറുതെ തൊട്ട് ഭയങ്കര സോഫ്റ്റ് ഇങ്ങനെ കിടന്നു. ഒരുപാട് നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്ന കുറേ സാധനങ്ങളുണ്ട്, കുറേ സൈസും കുറേ കളേഴ്സും നമുക്ക് ടോയ്സ് വെക്കാനൊക്കെ പറ്റും. അതിന് കുറേ എന്താ പറയാ അടപ്പൊക്കെ ഉണ്ട്. പിന്നെ ഇതെന്താണ്, മുള വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു എന്താ പറയാ ബോക്സ് ആണ്. ഇതും നമുക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സോ വെജിറ്റബിളോ ഒക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് വെക്കാൻ പറ്റുന്നതാണ്. ഇതിന്റെ ഓരോ കളേഴ്സും അതിൻ്റെയും കുറെ സൈസൊക്കെ ഉണ്ട്, കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇത് നമ്മളുടെ ഒരു ക്യാരി ബാഗാണ് കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഷോപ്പിംഗ് ഒക്കെ ചെയ്യുമ്പോൾ അത് യൂസാണ്. പിന്നെ ഇതിന്റെ ഓരോ എന്താണ് വെയിറ്റിൻ്റെതൊക്കെ ഉണ്ട്, വെയിറ്റ് എത്രയാണ് ഇത്, പിന്നെ സൈസൊക്കെ നോക്കാം. ഇവിടെ ഒരുപാട് ഇങ്ങനത്തെ ലൈറ്റുകളൊക്കെ ഉണ്ട്. നമ്മളെ വീടിന് വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ ഉള്ളതാണ് കേട്ടോ. കുറെ ഹാങ്ങിങ്ങിന്റെ ലൈറ്റ് ഉണ്ട്, ഇല്ല നമുക്കിങ്ങനെ സ്റ്റാൻഡായിട്ട് നിൽക്കുന്ന ലൈറ്റ് ഉണ്ട്, അങ്ങനത്തെ ഇഷ്ടം പോലെ ലൈറ്റ് ഉണ്ട്. നമുക്ക് ഈ ലൈറ്റ് കൂടുതൽ വെക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ ഇവിടെ വന്ന് ബൈ ചെയ്യാവുന്നതാണ്. ഇതിനൊക്കെ കുറച്ച് റേറ്റേ ഉള്ളൂ. നല്ലതാണ്. ഹാങ്ങിങ് ലൈറ്റ് ആണ് ഇതിൽ കൂടുതൽ ഞാൻ കണ്ടത്. അപ്പൊ ഇങ്ങനത്തെ കുറെ ലൈറ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ എന്താണ് കുറച്ച് ഡിസൈൻ ആയിട്ടുള്ളതൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ക്യാൻഡിലുകളാണ്. ക്യാൻഡിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഇവിടെ വന്ന് വാങ്ങുന്നതാണ് കേട്ടോ. കുറെ ഫ്രാഗ്രൻസിന് എന്താണ് സ്മെല്ലൊക്കെ നല്ല സ്മെല്ലാണ്. അപ്പൊ അങ്ങനത്തെ കുറച്ച് ക്യാൻഡിലുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ കുറെ ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ, നമുക്ക് ഷോക്കായിട്ട് വെക്കാൻ പറ്റിയത്. അപ്പൊ ഞാൻ നേരെ പോയത് ഇവിടെ കുറെ ഫ്രെയിമുകളുണ്ട്, നമുക്ക് എന്താണ് ഡ്രോയിങ് ഒക്കെ ചെയ്തിട്ട് വെക്കാൻ പറ്റിയ. അപ്പം എനിക്ക് നല്ല ഇഷ്ടമാണ് ഡ്രോയിങ്. അപ്പം ഞാൻ അതിൽ കുറച്ച് സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ ഡ്രോയിങ് ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെക്കലുണ്ട്. അപ്പം ഞാനൊരു 3 ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ പ്രാവശ്യം കുറച്ച് കുറവാണ്. റിയൽ ആയിട്ടുള്ള പ്ലാന്റ് പോലെ നമുക്ക് ഷോപ്പ് വെക്കാം. അപ്പൊ ഗൈസ് നമ്മുടെ ഫ്ലാറ്റിലേക്ക് ഞാൻ ഇങ്ങനത്തെ ഒരു പോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഗൈസ് നമ്മൾ ബില്ലിംഗ് സെക്ഷനിലോട്ട് പോവാട്ടോ. അപ്പോൾ അവിടെ കുറച്ച് തിരക്കൊക്കെ ഉണ്ട്, നമ്മൾ ബില്ല് ചെയ്തിട്ട് കാണാം. അപ്പം ഗൈസ് നമ്മൾ അതിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഒരു ചാനലിനെ കാണിച്ചു തരാം. അപ്പം ഗൈസ് നമ്മൾ ഐക്യനൊക്കെ വന്നു. ഷോപ്പിംഗ് ഒരു കുട്ടി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഉറങ്ങിപ്പോയി, അതുകൊണ്ടാണ് എൻ്റെ മുഖം ഇങ്ങനെ കേട്ടോ. അപ്പം ഇന്നത്തെ നമ്മൾ ഷോപ്പിങ്ങും പിന്നെ ഒരു കുഞ്ഞു ടൂറും ഒക്കെ ആയിട്ട് നമ്മൾ ഹോട്ടലിൽ ആ ഒരു സ്ഥലത്തിന് ഒരു അഡ്ഡുണ്ട് കേട്ടോ. ഒരു പീസ്ഫുൾ ആയിട്ടുള്ള എന്താണ് ഈ ചായ കുടിക്കാൻ പറ്റുന്ന
അപ്പൊ ഒരു ഉറക്കം വരിക. ഒച്ചത്ത് പറഞ്ഞു. ഭയങ്കര എന്താ ഓർഡർ ചെയ്തേ? ആമി എന്താ ഓർഡർ ചെയ്തേ? ഞാൻ ഓർഡർ ചെയ്തില്ല, ഐസ്ക്രീം. ഐസ്ക്രീം മാത്രമേ കഴിച്ചുള്ളൂ. എന്നിട്ട് ടീ അല്ലേ കഴിക്കണ്ടേ? നമ്മൾ ടീ ഒന്നും കഴിക്കും. നമ്മളെ റിക്ഷ ചായ ഒന്നും വേണ്ട. എല്ലാരും yeah. Bye. Hi guys, നമ്മൾ പൂമ്പാറ്റകളുടെ പിന്നെ കടിക്കാതെ പിന്നെ വാ ആമീനെ നമ്മൾ റൂം വെക്കേറ്റ് ചെയ്യാണ്. നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ടു. ഞാനും റൂമിൽ ഏകദേശം ഒരേ അങ്ങനത്തെ ഡ്രസ്സ് കേട്ടോ, കളറ് മാത്രം മാച്ചിങ് ആയിട്ടോ. അപ്പം നിങ്ങൾ ഈ റൂമിൽ നിന്നൊരു ബായ് പറഞ്ഞു. ഇപ്പം നമ്മൾ പോവാണ് കേട്ടോ. ചിലപ്പോൾ ചായ കുടിക്കും. നമ്മൾ കുറച്ച് നേരത്തെയാണ് പോകുന്നത്, എന്നാലാണ് നമ്മൾ അവിടെ എത്താം. നമുക്ക് കാണാം. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹോട്ടലിൽ അടുത്ത് നിന്നുള്ള അഡേ കഴിക്കാൻ പോകും. ബാ, ഞങ്ങൾ ഒരേ ഡ്രസ്സാണ്. ഇതാണ് നമ്മൾ അടുത്ത ഒരു ഫ്രണ്ട് വ്യൂ. എവിടെ ഇരിക്കുന്നത്? പുറത്തായിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയല്ലേ? സാമ്പാർ, അപ്പം ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. വെയിറ്റ് ചെയ്യാണ്. ഫോണാണിത്. ഞാൻ നല്ല അപ്പവും മുട്ടക്കറിയാണ് കഴിക്കുന്നത്. നിങ്ങൾക്ക് കൊതുവരിയാണെങ്കിൽ നല്ല ടേസ്റ്റ്. നിങ്ങൾക്ക് കൊതുവരിയാണെങ്കിൽ നല്ല ടേസ്റ്റ്. ഡ്രസ്സിലാക്കില്ലേ? പാപ്പനുള്ള ഇപ്പം വരും കേട്ടോ, ഫുഡ് വരും. വെയിറ്റ് ചെയ്യും. പാപ്പ വിഷമത്തില്ല. ഞാനും അതേ ഒരേ മുട്ടക്കറിയോ ആക്കുമോ. ഓക്കെ, ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. അപ്പം ഞാൻ മാംഗോ ജ്യൂസ് അപ്പം നമ്മളെ ഹോട്ടലിൻ്റെ ഒരു ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ ഉള്ളത്. നമ്മൾ ഫസ്റ്റ് നോക്കുമ്പോൾ നമ്മളിപ്പോൾ ചെക്കൗട്ടായിട്ട് പോവാണ്. അപ്പം റൂമ് കാണാം കേട്ടോ. ഞങ്ങൾ ഈ അടുത്ത് തന്നെയല്ല, ഞാൻ പറഞ്ഞല്ലോ അടാ. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഇവിടേക്ക് വന്നതാണ്.
അപ്പം നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് നേരെ വയനാട്ടിലോട്ട് പോവാണ് കേട്ടോ. അപ്പം നമ്മൾ മൈസൂർ എത്തിയപ്പോഴത്തേക്ക് ഒരു ലഞ്ച് ടൈമായി, ഒരു ഉച്ച ടൈമായി. അപ്പം നമ്മളൊരു മാളിൽ കയറി ഒന്ന് ഫ്രഷപ്പായി ഒന്ന് ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നേരെ നമ്മൾ മാളിലോട്ട് കയറി. നമ്മൾ മാളിലോട്ട് പോവാണ്. അപ്പം ഞാനിത് കണ്ടപ്പോൾ ഒരു ട്രീ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഉമ്മച്ചീനോട് ഇത് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്, അവർക്ക് കാണിച്ചു കൊടുക്കുക പറഞ്ഞിട്ട് കാണിച്ചു തന്നെയാണ്. ഒരു വേറൊരു ടൈപ്പ് ഒരു ട്രീ ആർട്ട്. അപ്പം നമ്മൾ നേരെ ഒന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഒരു ചോക്ലേറ്റ് കോഫി ഞാൻ ഓർഡർ ചെയ്തു, പിന്നെ 2 കോഫി അവർ ഓർഡർ ചെയ്തു, പിന്നെ റൂമിക്ക് ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് ആണ് കൊടുത്തത്. ഞാൻ പിന്നെ ഒരു മിനി ബർഗർ വാങ്ങിച്ചു. ഓക്ക് പിന്നെ വേറൊന്നും വേണ്ടാത്തതുകൊണ്ട് ഞാൻ ഓക്കൊരു ഫ്രഞ്ച് ഫ്രൈസ് കൊടുത്തു കേട്ടോ. പിന്നെ നമ്മൾ പോകുമ്പോൾ എന്താ പറയുക, ഒരു ബസ്സിന് കണ്ടപ്പോൾ അതിലിരുന്നു. ശരിക്കും ഒരു ടോയ് പോലെ നിൽക്കുന്ന പോലെ തോന്നി. ഞങ്ങൾ അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് നേരെ ഇനി വയനാട്ടിലോട്ട് പോവാണ് കേട്ടോ. റൂമി അപ്പൊ ഇവിടെ ഒരു മൈസൂർ പാലസ് ആണ്. അപ്പൊ നമ്മൾ ഇവിടെ കയറുന്നുണ്ടായിരുന്നു, പക്ഷെ എല്ലാരും നല്ല ടയേർഡ് ആയതുകൊണ്ട് കയറുന്നില്ലായിരുന്നു. അപ്പൊ നമ്മൾ നേരെ ഇന്നത്തെ 2 ദിവസത്തെ ട്രിപ്പ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.